ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം അധികം കൂടുതൽ ഉണ്ടാവും. സോ എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. സോ നമുക്ക് സ്റ്റാർട്ടിങ് ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു ഡെഫിനിഷൻസിന്റെ ഇത് വെച്ചിട്ട് തുടങ്ങാം. നമ്മൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളായിരിക്കും, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതൊക്കെ വരാം. ബട്ട് സ്റ്റിൽ നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അറ്റോമിക് സിസ്റ്റം. ഓക്കെ, അറ്റോമിക് സിസ്റ്റം എന്താണ്? കാരണം ഈ ഒരു ടേം ചിലപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ MCQ ിലേക്ക് ഈ ഒരു ടേം കാണാം. അപ്പൊ നിങ്ങൾ അറ്റോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഹാവിംഗ് ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ പഠിച്ചു, സ്പോണ്ടേനിയസ് എമിഷൻ പഠിച്ചു, ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ പഠിച്ചു, അങ്ങനെ പല കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അപ്പൊ അതിലൊക്കെ എന്താ സംഭവിച്ചേ? പല എനർജി ലെവൽസിലെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്തു? ജമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഡിഫറെന്റ് എനർജി ലെവൽസ് ഉള്ള ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം, അല്ലെങ്കിൽ അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം ആകാം. ആ സിസ്റ്റം, ആറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ അറ്റോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ആറ്റംസ് ആകാം, ഇല്ലെങ്കിൽ മോളിക്യൂൾസ്. മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് തന്നെയാണ് അല്ലെ. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അറ്റോമിക് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടേം നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ് മീഡിയം. അപ്പൊ ആക്റ്റീവ് മീഡിയം ആക്ച്വലി നമ്മൾ ഇനി അടുത്ത കുറച്ച് സ്ലൈഡ്സിലൊക്കെ വരുമ്പോൾ ഇതിനെ വേറൊരു പേരിട്ടും വിളിക്കും, ഗെയിൻ മീഡിയം എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഗെയിൻ മീഡിയം? അപ്പൊ ഏതൊരു ആക്റ്റീവ് മീഡിയം അല്ലെങ്കിൽ ഗെയിൻ മീഡിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്ന ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു മെറ്റീരിയൽ ഉണ്ടാവും, ആ മെറ്റീരിയലിലേക്ക് നമ്മൾ ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ആറ്റംസ് എക്സൈറ്റ് ചെയ്തൊരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ഈ ആറ്റം ഉണ്ടല്ലോ, നമ്മുടെ ഈ അറ്റോമിക് സിസ്റ്റത്തിൽ ഈ ഒരു ആറ്റം, ഇതെന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ആണ്. ആ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. അതായത് ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ നമ്മൾ ഇൻസിഡന്റ് ആയിട്ട് എനർജി കൊടുക്കുമ്പോൾ അവിടെ എക്സൈറ്റ് ആകുന്ന ഒരു സെറ്റ് ഓഫ് ആറ്റംസ് ഉണ്ടല്ലേ. അപ്പൊ ആ ആറ്റംസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ ഭാഗമാണ്. ആ മെറ്റീരിയൽ മീഡിയത്തിനെയാണ് നമ്മൾ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. അതായത് ഈ ട്രാൻസിഷൻ ഒക്കെ നടക്കുന്നത് ആരിലാണോ അവരാണ് നമ്മൾ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ മെറ്റീരിയൽ മീഡിയം കമ്പോസ്ഡ് ഓഫ്, അതിൽ ആറ്റംസ് തന്നെ ആകണമെന്നില്ല, ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം, ആൻഡ് ദാറ്റ് സപ്പോർട്ട് ദ ബേസിക് ഇന്ററാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. അപ്പം റേഡിയേഷനും മാറ്റർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് നമ്മുടെ ഈ ലേസർ നമുക്ക് കിട്ടാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ലെ, ബേസിക് കൺസെപ്റ്റ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ കൊടുക്കുന്ന റേഡിയേഷനും ഉണ്ട്, പിന്നെ ഇത് റിയാക്ട് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയലും ഉണ്ട്, അത് മാറ്റർ ആണ്. അപ്പൊ മാറ്ററും റേഡിയേഷന്റെയും ഒരു ഇന്ററാക്ഷൻ, ഒരു ബേസിക് ആയിട്ടുള്ള ഇന്ററാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു മീഡിയം, ഈ മീഡിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്റ്റീവ് മീഡിയം അഥവാ ഗെയിൻ മീഡിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു സെക്കൻഡ് ടേം. ഇനി നമുക്ക് നോക്കേണ്ടത് എനർജി ഡെൻസിറ്റി. ആക്ച്വലി ഇത് പുതിയൊരു ടേം അല്ല നിങ്ങൾക്ക്, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യൻസ് ഒക്കെ പഠിച്ച സമയത്ത് അവിടെ ആ ഇക്വേഷൻ എഴുതിയ സമയത്ത് ഈ എനർജി ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. യു ന്യൂ എന്ന് പറഞ്ഞിട്ട്, യു സബ്സ്ക്രിപ്റ്റ് ന്യൂ. ഈ ന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ദി ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ ആണ്. യു ആണ് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ യു ആണ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എനർജി ഓവർ വോളിയം. നമ്മൾ സാധാ ഡെൻസിറ്റി എന്താ? നമ്മൾ സാധാരണ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ഓവർ വോളിയോ പറയുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാസിനെടുത്ത് കളഞ്ഞിട്ട് എനർജി ആയിരിക്കും അവിടെ വയ്ക്കുക. അപ്പൊ എനർജി ഓവർ വോളിയം, അതാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഡെഫിനിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാം, ടോട്ടൽ എനർജി ഇൻ ദ റേഡിയേഷൻ ഫീൽഡ് പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ഫ്രീക്വൻസി ഡ്യൂ ടു ഫോട്ടോൺസ്. അപ്പൊ ഇവിടെ നിങ്ങൾ കൺഫ്യൂസ് ആകേണ്ട ഒരു കാര്യമില്ല, കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഈ പെർ യൂണിറ്റ് ഫ്രീക്വൻസി ഡ്യൂ ടു ഫോട്ടോൺ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്. നമുക്കറിയാം ലേസറിൽ മോണോക്രോമാസിറ്റി കൂടുതലാണ് അല്ലെ. അവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിംഗിൾ വേവ് ലെങ്ത്, അല്ലെങ്കിൽ ഒരു വേവ് ലെങ്ത് ഒന്നാണെങ്കിൽ ഫ്രീക്വൻസി അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്തായിരിക്കും?
ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെർ യൂണിറ്റ് ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്യൂ ടു ഫോട്ടോൺസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വേവ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എനർജി പെർ വോളിയം ആണ് നമ്മൾ അതിന്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എനർജി ഡെൻസിറ്റി എവിടെ കേട്ടാലും നിങ്ങൾ എന്തോർക്കുക? എനർജി ഓവർ വോളിയം, എനർജി ഓവർ വോളിയം. അപ്പൊ ഈ എനർജി ആരുടെ എനർജിയാണ്? നമ്മൾ ഇവിടെ ഇന്ററാക്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? റേഡിയേഷൻ വെച്ചിട്ടാണ്. അപ്പൊ റേഡിയേഷന്റെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, അതാണ് എനർജി ഡെൻസിറ്റി. ഇനി ഇതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് പ്ലാങ്ക്സിന്റെ റേഡിയേഷൻ ഇക്വേഷൻ എന്ന് നമ്മൾ പറയും. പ്ലാങ്ക്സിന്റെ റേഡിയേഷൻ ലോ പ്രകാരം റേഡിയേഷൻ ഇക്വേഷൻ വഴി നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നിങ്ങൾ ഓരോ പാരാമീറ്റേഴ്സും അറിഞ്ഞു വെച്ചിരിക്കാം. ഇതില് യു എന്ന് പറയുന്നത് 8πh ന്യൂ ക്യൂബ് ഡിവൈഡഡ് ബൈ സി ക്യൂബ് ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 1/e⁻h ന്യൂ ബൈ kt. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് അടുത്ത് വരുന്നുണ്ട്. ഞാൻ അത് നേരത്തെ പറഞ്ഞ അത്ര ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ പ്ലാങ്ക്സിന്റെ റേഡിയേഷൻ ലോ പറയുമ്പോൾ ഇവിടെ എന്തില്ല? e⁻ പവർ അല്ല, പോസിറ്റീവ് പവർ ആണ്. ഇപ്പോഴേ നോട്ട് ചെയ്തുകൊള്ളുക. പ്ലാങ്ക്സ് റേഡിയേഷൻ ലോയിൽ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ പോസിറ്റീവ് പവർ ആണ് ഇവിടെ വരുന്നത്, e⁻h ന്യൂ ബൈ kt. ഓക്കെ, ഇതിലെ ഹെച്ചിന്റെ കോൺസ്റ്റന്റ് ആണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ളത് കെ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. ഈ കെയുടെ കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതിനെ ആക്ച്വലി നമ്മൾ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ഈ കോൺസ്റ്റന്റ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറഞ്ഞിട്ട്, ബോൾട്സ്മാന്റെ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ലോ വരുന്നുണ്ട്. അവിടെയാണ് ആക്ച്വലി ഈ ഒരു കോൺസ്റ്റന്റ് വന്നിട്ടുള്ളത്. എന്നാലും നമുക്ക് വാല്യൂ ഇവിടെ തന്നെ നോട്ട് ചെയ്തു. കെ ബി എന്നാണ് പറയുന്നത്. സാധാ കെ എന്നും സ്മോൾ ലെറ്റർ കെ ആയിട്ടും എഴുതാറുണ്ട്. ചിലപ്പോൾ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് കാണിക്കാൻ ബിയും കൂടെ ഇടാറുണ്ട്. കെ ബി ഈക്വൽ ടു 1.38069 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു നമ്പറും ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. 1.38069 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിൻ. ജൂൾ പെർ കെൽവിൻ ആണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, സോ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടതാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ടേം ബോൾട്സ്മാൻ ഫാക്ടർ. അപ്പൊ ബോൾട്സ്മാൻ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും പോപ്പുലേഷൻ റേഷ്യോ. എന്ത് പോപ്പുലേഷന്റെ റേഷ്യോ? വളരെ സിമ്പിൾ ആണ്. നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എടുത്താലും സ്പോണ്ടേനിയസ് എമിഷൻ എടുത്താലും എല്ലാം രണ്ട് എനർജി സ്റ്റേറ്റിന്റെ ഇടയിലുള്ള ഒരു എനർജി ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത്, അല്ലെ? അപ്പൊ ഇവരുടെ ഇടയിൽ നമുക്കറിയാം ഇവിടെ കുറെ ആറ്റംസ് കാണും. ആ പോപ്പുലേഷൻ നമ്മൾ N1 എന്ന് വിളിക്കും. ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന കുറെ ആറ്റംസ് കാണും. അതിനെ നമ്മൾ N2 എന്നൊരു പോപ്പുലേഷൻ ആയിട്ട് വിളിക്കും. ഇതിൽ ഹയർ എനർജി സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റംസിന്റെയും ലോവർ എനർജി സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റംസിന്റെയും പോപ്പുലേഷന്റെ റേഷ്യോ നമ്മൾ പറയുന്ന പേരാണ് ബോൾട്സ്മാൻ ഫാക്ടർ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റേഷ്യോ ബിറ്റ്വീൻ ദ പോപ്പുലേഷൻസ് ഓഫ് ആറ്റംസ് ഇൻ ഹയർ എനർജി സ്റ്റേറ്റ് ടു ലോവർ എനർജി സ്റ്റേറ്റ് അണ്ടർ തെർമൽ ഇക്വിലിബ്രിയം. ഈ ടേം ഇമ്പോർട്ടന്റ് ആണ്. തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ, അതായത് നമ്മളിപ്പം പുറത്തുനിന്നൊരു സ്റ്റിമുലൈ ഒന്നും കൊടുത്തിട്ടില്ല, അവിടെ ആരും എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ എന്താണ് ലേസറിന്റെ ഫോർമേഷൻ ഒന്നും നടക്കുന്നില്ല. നമ്മൾ ആ മെറ്റീരിയൽ മീഡിയം തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു കണ്ടീഷനിൽ ലോവർ എനർജി സ്റ്റേറ്റിലും ഹയർ എനർജി സ്റ്റേറ്റിലും എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടോ അതിന്റെ റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത്. അതിനാണ് നമ്മൾ ബോൾട്സ്മാൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബോൾട്സ്മാന്റെ കണ്ടീഷൻ അനുസരിച്ച് ഇഫ് N2 ഇസ് ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ആറ്റംസ് ഇൻ എനർജി സ്റ്റേറ്റ് E2, അതായത് N2 ആണ് നമ്മൾ E2ലെ പോപ്പുലേഷൻ, N1 E1ലെ പോപ്പുലേഷനും ആണെങ്കിൽ ഈ ബോൾട്സ്മാൻ ഫാക്ടർ പോലെ തന്നെ ബോൾട്സ്മാൻ കണ്ടീഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ തെർമൽ ഇക്വിലിബ്രിയമിലല്ലേ ഇരിക്കുന്നത്. ആ കണ്ടീഷനിൽ N1 N2ന്റെ റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അവിടെ ആ സമയത്ത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ N1 എന്ന് പറയുന്നത് N2നെക്കാളും കൂടുതലായിരിക്കും. അതായത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ആറ്റംസ് മിക്കതും എന്താണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. വളരെ കുറച്ച് മാത്രമേ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയിട്ടുണ്ടാവുള്ളൂ. കാരണം എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ലോവർ സ്റ്റേറ്റ് അതായത് N1 E1ലായിരിക്കും കൂടുതൽ ആറ്റംസ് കാണാം. അപ്പൊ പോപ്പുലേഷൻ ആർക്കായിരിക്കും കൂടുതൽ? N1നായിരിക്കും
കൂടുതൽ. അതുപോലെ തന്നെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയെങ്കിൽ നമുക്ക് N2/N1 എന്ന റേഷ്യോ കണ്ടുപിടിക്കാം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് E⁻⁻ -hν/kT അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക E⁻ പവർ ആണ്. അപ്പൊ എവിടെയൊക്കെയാണോ പോസിറ്റീവ് എവിടെയൊക്കെയാണോ നെഗറ്റീവ് എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ് ഇത്. എക്സാമിന് നമുക്ക് 4 ഓപ്ഷൻ തരും, എന്നിട്ട് എല്ലാത്തിലും പ്ലസ് മൈനസ് മാറി മാറി കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ബോൾട്ട്സ്മാൻ കണ്ടീഷൻ ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഓപ്ഷനിൽ N1 <N2 ആയിരിക്കും, എന്നിട്ട് ഈ ഇക്വേഷൻ കൊടുക്കും. അടുത്തതിൽ N1 N2 കൊടുക്കും, എന്നിട്ട് ഈ ഇക്വേഷൻ തന്നെ പ്ലസും മൈനസും മാറി മാറി കൊടുക്കും. എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെയാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പഠിക്കേണ്ടത്. സോ ഇത് നല്ലതായിട്ട് നോട്ട് ചെയ്യുക. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള വരുന്ന നമുക്ക് ഈ ഒരു ലേസർ സെക്ഷന് അത്യാവശ്യം കുറവാണ്. അപ്പോൾ അത് എവിടെയൊക്കെ വരുന്നുണ്ടോ ആ ഇക്വേഷൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ബോൾട്ട്സ്മാൻ ഫാക്ടറോ ഞാനിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞ ഡെഫിനിഷൻസോ ഏതിലെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും എല്ലാം മനസ്സിലായി? ഞാനിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നേ? മനസ്സിലായോ? ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കണം കേട്ടോ. ക്ലാസ്സിൽ ഇന്ററപ്റ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് ബോൾട്ട്സ്മാൻ ഫാക്ടർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, ബട്ട് എനിവേ ഞാനതൊന്ന് പറയാം. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയിട്ട്, ഫോർ എക്സാമ്പിൾ E1 E2 ഇതിപ്പോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ആറ്റം എത്തി, എന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു ഇൻഫ്ലുവൻസ്, ഇപ്പൊ ഒരു ഫോട്ടോൺ കൊടുത്ത് നമ്മളായിട്ട് കൺട്രോൾ ചെയ്ത് ഇതിനെന്ത് ചെയ്യുന്നു, ഒരു ഇടയ്ക്കുള്ള ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയോ ഇല്ലെങ്കിൽ നമ്മളായിട്ട് ഇൻഡ്യൂസ് ചെയ്തൊരു ലോവർ സ്റ്റേറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ ആ ഒരു പ്രോസസ്സ് നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ലേസർ പോലുള്ള ഒരു ബീം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ നമുക്ക് അത്രയും ട്രാൻസിഷൻസ്, അതായത് സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള അത്രയും എമിഷൻസ് കൂടുതൽ നമുക്ക് നടക്കണ്ടേ, എന്നാലേ നമുക്ക് അത്രയും ഫോട്ടോൺസ് ലേസറിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അത്രയും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് താഴോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യണം, ജമ്പ് ചെയ്ത് താഴോട്ട് വരണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ, സാധാരണ തെർമൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ തൊട്ട് മുന്നേ ബോൾട്ട്സ്മാന്റെ കണ്ടീഷൻ പറഞ്ഞപ്പോൾ തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ ആറ്റംസ് വളരെ കുറവാണ്. കാരണം എന്താണ്, സ്റ്റേബിൾ ആയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് അവരുടെ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയായിരിക്കും ആറ്റംസ് ഇരിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പൊ പക്ഷെ നമുക്ക് ആവശ്യം, നമ്മുടെ ആവശ്യം എന്താണ്, നമുക്ക് ലേസർ ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് ലേസർ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ലേസർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ, അതായത് ഹയർ എനർജി സ്റ്റേറ്റിൽ ഇവിടെ ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആറ്റംസ് ഉണ്ടായാലേ അതിനെ എന്ത് ചെയ്യാൻ പറ്റൂ, സ്റ്റിമുലേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ലേസർ കിട്ടുള്ളൂ അല്ലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വയർമെന്റ് എന്താണ്, ഈ ടൂവിൽ കൂടുതൽ നമ്പർ ഓഫ് എക്സൈറ്റഡ് ആറ്റംസ് ഉണ്ടാകണം. അപ്പോൾ ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതായത് കണ്ടീഷൻ സച്ച് ദാറ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഹയർ എനർജി സ്റ്റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. നമ്മൾ ബോൾട്ട്സ്മാന്റെ കണ്ടീഷൻ പറഞ്ഞപ്പോൾ N1 ഗ്രേറ്റർ ദാൻ N2 എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ വരുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി N2 ഗ്രേറ്റർ ദാൻ N1. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ ഇൻവേർഷന്റെ കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ല. കാരണം നമുക്കറിയാം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും ആറ്റംസിന് അവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല, തിരിച്ച് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അതൊരിക്കലും ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ല, ഇതൊരു നോൺ ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. ഇതിനെയാണ് നമ്മൾ
പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അത് താരതമ്യം ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് ഡയഗ്രാംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നോർമൽ പോപ്പുലേഷന്റെ സമയത്ത് നമുക്കറിയാം N1 കൂടുതലായിരിക്കും, N2 കുറവായിരിക്കും അല്ലെ, N1 ഗ്രേറ്റർ ദാൻ N2. പക്ഷെ നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ ഹയർ ലെവലിൽ കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് എത്തിയിട്ടുണ്ട്, N2 ഗ്രേറ്റർ ദാൻ N1 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ലേസർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വയർമെന്റ് ആയതുകൊണ്ട് നമ്മൾ ആ പോപ്പുലേഷൻ അവിടെ കൂട്ടുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണോ പോപ്പുലേഷൻ ഇരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, നേരെ ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ആ കണ്ടീഷൻ നോർമൽ ആയിരിക്കുമ്പോൾ എന്താണോ കണ്ടീഷൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പോപ്പുലേഷനെ ആക്കുന്നു. അതാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ, N2 ഗ്രേറ്റർ ദാൻ N1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളടുത്ത് നമ്മൾ പോപ്പുലേഷൻ അങ്ങനെ ആക്കി കൊടുക്കുമെന്ന് അല്ലെ. അപ്പൊ ഈ ആക്കി കൊടുക്കുന്നതിന് ഒരു പ്രോസസ് ഉണ്ട്, അത് നമ്മൾ ലേസറിന്റെ പാർട്സ് പറയുമ്പോഴത്തേക്കും പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോർമലി ആറ്റംസ് റിട്ടേൺ ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ റിലീസിംഗ് ദി അബ്സോർബ്ഡ് എനർജി. സാധാരണയായിട്ട് നമ്മൾ ആറ്റംസ് എന്താണ് ഹയർ സ്റ്റേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവര് അബ്സോർബ് ചെയ്ത എനർജിയെ റിലീസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അപ്പൊ സാധാരണ അവരുടെ ടെൻഡൻസി അങ്ങനെയാണ്, എക്സൈറ്റഡ് ആയി പോയാൽ താഴേക്ക് വരിക എന്നുള്ളതൊരു ടെൻഡൻസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഓഫ് ആറ്റംസ് ഇൻ ഗ്രൗണ്ട് ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ റിമൈനിങ് ലെവൽസ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈം N1 ആയിരിക്കും ബാക്കിയുള്ള ലെവലിനെക്കാളും കൂടുതൽ, ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ ആറ്റംസ് എപ്പോഴും കാണുക. പക്ഷെ ലേസർ ആക്ഷന് നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഹയർ എനർജി സ്റ്റേറ്റിൽ വേണം, അതാണ് ഈ പറയുന്നത്. സോ ലേസർ ഈസ് ഓപ്പറേറ്റഡ് യൂസിങ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഒക്കെ ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്, അഡീഷണൽ വേറെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഈ പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഇത് എന്താന്നുള്ളത്? ഇതിന്റെ നൊട്ടേഷൻ എങ്കിലും പറയാൻ പറ്റുമോ? പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷനെ നമ്മൾ എങ്ങനെയാ സിംബലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നൊട്ടേഷൻ ഇതിന്റെ എന്താന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? അതെ, കോൺസ്റ്റന്റ് വാല്യൂ തന്നെയാണ്. A21 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റിമുലേറ്റഡ് വരുമ്പം B എന്ന ലെറ്റർ യൂസ് ചെയ്യും. അതെ, എമിഷൻ ആയതുകൊണ്ട് ഹയർ എനർജി സ്റ്റേറ്റ് 2-ൽ നിന്നും 1-ലേക്ക് വരും, B21. അപ്പൊ എപ്പോഴും ഓർക്കുക, പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഗുഡ്, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ ടേമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നിങ്ങൾ മറന്നുപോയത്. ബാക്കി സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു വരുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് വരുമ്പോൾ സ്ട്രെസ് ചെയ്ത് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നത് പോപ്പുലേഷൻ ഇൻവേർഷൻ ആണ്. പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ടു. അപ്പൊ ഈ പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പോപ്പുലേഷൻ ഇൻവേർഷൻ കൂടുമ്പോൾ ഹയർ എനർജി സ്റ്റേറ്റിൽ കൂടുതൽ ആറ്റംസ് വരും, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. അപ്പൊ നമുക്ക് കൂടുതൽ തവണ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ എന്ത് ചെയ്യാം, എമിഷൻ നടത്താൻ പറ്റും. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ആ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷന്റെ പ്രോബബിലിറ്റി, അത് നടക്കാനുള്ള ചാൻസസ് നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ് പോപ്പുലേഷൻ ഇൻവേർഷനിലൂടെ അല്ലെ. എന്നിട്ട് ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ ലേസർ ലൈറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബിക്കോസ് ഓഫ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അപ്പൊ ഈ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ നടന്നു, നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ കൂട്ടി, അങ്ങനെ വരുമ്പോൾ നമുക്ക് ലേസർ ലൈറ്റ് ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. ആ പ്രോസസ് ഒക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആംപ്ലിഫിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ എയിം എന്നുള്ളത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെൻ പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് അച്ചീവ്ഡ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഹാപ്പൻസ്. അപ്പോൾ ഇൻഡയറക്ട്ലി പറഞ്ഞാൽ നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആയിരുന്നു നമ്മുടെ മെയിൻ ലേസറിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പൽ. അപ്പൊ പോപ്പുലേഷൻ ഇൻവേർഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്തായി, എളുപ്പമായി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷന് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എങ്ങനെ നമ്മള് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്ന നേരം? അത് നമ്മൾ ആക്ച്വലി ഇനി അടുത്ത് വരുന്ന സെക്ഷൻസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ലേസറിന്റെ കമ്പോണൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പല ഫാക്ടേഴ്സ് കൊടുക്കാം. അതായത് ഇപ്പൊ ലൈറ്റ് സോഴ്സ് കൊടുക്കാം, ഹീറ്റ് കൊടുക്കാം, അങ്ങനെ ഇതിന് പമ്പിങ് എന്നൊരു പ്രോസസ് ഉണ്ട്. അപ്പൊ അതൊരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് അത് അവിടെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യും. അതിനൊരു പ്രോസസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഒരു സ്റ്റിമുലൈ കൊടുക്കും, അത് ലൈറ്റ് ആകാം, ഹീറ്റ് ആകാം, ഇപ്പൊ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനെ.